നമ്പർ 3. കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയവും ഇന്ത്യയിലെ കാർഷിക വിദ്യാഭ്യാസത്തെയും ഗവേഷണത്തെയും ഏകോപിപ്പിക്കുന്ന പരമോന്നത സ്വയംഭരണ സ്ഥാപനമായ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചും ഇന്നേ ദിവസം കാർഷിക വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര കാർഷിക മന്ത്രിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയുമായ ഭാരതരത്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ജന്മവാർഷികത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നാം ഈ ദിവസം കാർഷിക വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ഈ അനുസ്മരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഇവയാണ്: രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികളെ കാർഷിക മേഖലയുടെ പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും ബോധവാന്മാരാക്കുക, അവരിൽ കാർഷിക മേഖലയിലും അനുബന്ധ വിഷയങ്ങളിലും താൽപ്പര്യം വളർത്തുക, സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ ജീവിതം തിരഞ്ഞെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ഭാവിയിൽ കാർഷിക സംരംഭകരാകാൻ അവരെ പ്രേരിപ്പിക്കുക. ഈ ദിവസത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലുടനീളമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ കൃഷിയുടെയും കാർഷിക മേഖലയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും അതോടൊപ്പം അവർക്കു മുന്നിൽ കാർഷിക വിദ്യാഭ്യാസത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുക എന്നതുമാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഭക്ഷണവും പാർപ്പിടവും മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. വലിയ അളവിൽ ഭക്ഷണത്തിൻ്റെ ആവശ്യകത മനുഷ്യനെ കാർഷിക കല കണ്ടുപിടിക്കാൻ പ്രേരിപ്പിക്കുകയും കൃഷിയിലേർപ്പെട്ടിരിക്കുന്ന ആളുകളെ കൃഷിക്കാർ എന്ന് വിളിക്കുകയും ചെയ്തു. ഇന്ന് അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലെ 11% തൊഴിലുകളും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന വസ്തുതയിൽ നിന്ന് കാർഷിക മേഖലയുടെ പ്രാധാന്യം മനസ്സിലാക്കാം. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ മൊത്തം തൊഴിലവസരങ്ങളുടെ 50%-ലധികവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 18% കൃഷിമേഖല സംഭാവന ചെയ്യുന്നു. ചുരുക്കത്തിൽ ഈ ലോകത്തെ നിലനിർത്തുന്ന ഒരു സ്തംഭങ്ങളിലൊന്നാണ് കർഷകനും കൃഷിയും എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഈ ലോകത്തിലെ 80% ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഇന്ന് കൃഷി കൂടിയേ മതിയാകൂ. ഇതിനു പുറമെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു പ്രധാന വാണിജ്യ ചരക്കാണ്. ഇത് രാജ്യങ്ങൾക്ക് വലിയ വരുമാനം നൽകുന്നു. ഗോതമ്പ് പോലുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അന്താരാഷ്ട്ര ഉഭയകക്ഷി ബന്ധത്തിൽ കൃഷിക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഇന്ന് പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളിൽ സാമ്പത്തിക വികസനത്തിനുള്ള പവർ എഞ്ചിനാണ് കൃഷി. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായ ഭക്ഷ്യസുരക്ഷ എല്ലാ ആളുകൾക്കും ആവശ്യമായ ഭക്ഷണത്തിൻ്റെ ലഭ്യതയിലും പ്രവേശനക്ഷമതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ ലക്ഷ്യം നേടുന്നതിൽ കൃഷിക്കാർ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. മെച്ചപ്പെട്ട വിത്തുകൾ, കീടനാശിനികൾ, ജലസേചന വിദ്യകൾ എന്നിവ വികസിപ്പിച്ചുകൊണ്ട് കൃഷിയെ മെച്ചപ്പെടുത്തുന്നതിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇതിനകം ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ഇത് കർഷകരുടെ ഉൽപ്പാദനവും വരുമാനവും മെച്ചപ്പെടുത്താൻ സഹായിച്ചു. കാർഷിക മേഖലയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ കർഷകർക്ക് ആദരം നൽകേണ്ടത് വിദ്യാർത്ഥികളെന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും കടമയാണ്. ഈ അവസരത്തിൽ കേരള കാർഷിക മേഖലയെക്കുറിച്ച് അറിയേണ്ടത് അനിവാര്യമാണ്. കേരളത്തിലെ കാർഷിക മേഖല പരിശോധിച്ചാൽ ഭക്ഷ്യവിളകളേക്കാൾ നാണ്യവിളകൾക്ക് പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണെന്ന് കാണാൻ കഴിയും. 1955-56 കാലയളവിൽ കാർഷിക മേഖലയായിരുന്നു കേരളീയരുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സ്. മൊത്തം അധ്വാനിക്കുന്ന ജനസംഖ്യയുടെ 53.1% കാർഷിക മേഖലയിലായിരുന്നു. 1956 സംസ്ഥാന രൂപവൽക്കരണത്തിന് ശേഷം കാർഷിക മേഖലയിൽ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നാളികേരം, റബ്ബർ, തേയില, കാപ്പി, കുരുമുളക്, ഏലം, ഇഞ്ചി, ജാതിക്ക തുടങ്ങിയ നാണ്യവിളകളും നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ ഭക്ഷ്യവിളകളും കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് തീർത്തും വ്യത്യസ്തമായ ഒരു രുചി തന്നെ നൽകി. ദേശീയ ഉൽപ്പാദനത്തിലെ 97% കുരുമുളകും കേരളത്തിൽ നിന്ന് വരുന്നതാണ്. പ്രകൃതിദത്ത റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നതും കേരളത്തിലാണ്. ഉയർന്ന സാമൂഹിക സാമ്പത്തിക സൂചികകളിൽ പ്രശംസ പിടിച്ചുപറ്റിയ കേരള സംസ്ഥാനം കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ കാർഷിക ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തി. മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉത്പാദനത്തിൽ കാർഷിക സംഭാവന 1951-61 55%-ൽ നിന്ന് 2013-14 8.95% കുറഞ്ഞു. ദേശീയ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ നടത്തിയ കാർഷിക കുടുംബങ്ങളുടെ സ്ഥിതി വിലയിരുത്തൽ 2013 സർവേയിൽ
കേരളത്തിന് 23.7% കാർഷിക ജീവനക്കാർ മാത്രമാണുള്ളത്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഗ്രാമീണ കുടുംബങ്ങൾക്കിടയിൽ കാർഷിക മേഖലയിലെ താൽപ്പര്യക്കുറവ് ഇത് വ്യക്തമാക്കുന്നു. കൃഷിമേഖലയ്ക്കായി സർക്കാർ വൻതോതിൽ ചെലവഴിച്ചിട്ടും കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി കേരളത്തിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള അറ്റസംസ്ഥാന ആഭ്യന്തര ഉത്പാദനം നിശ്ചലമാണ്. 1972-73 കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രധാന ഭക്ഷ്യധാന്യ വിളയായ നെല്ലുൽപാദനത്തിൽ 50% സ്വയം പര്യാപ്തത കരസ്ഥമാക്കിയവരാണ് നമ്മൾ. എന്നാൽ നെൽകൃഷിയുടെ വ്യാപ്തിയും ഉത്പാദനവും പിന്നീടുള്ള വർഷങ്ങളിൽ ഭയാനകമായ തോതിൽ കുറഞ്ഞു. നിക്ഷേപവും ഉത്പാദനവും തമ്മിലുള്ള അന്തരം കൃഷിക്കാരെ നെൽകൃഷിയിൽ നിന്ന് അകറ്റി നിർത്തി ഉയർന്ന തൊഴിലവസരവും ബദൽ വേതനവും തൊഴിലാളികളെ മറ്റ് ലാഭകരമായ നിർമ്മാണ സേവന മേഖലകളിലേക്ക് മാറ്റിയതായി കാണാൻ കഴിയും. വിദേശത്തു നിന്നുള്ള ഉയർന്ന പണമിടപാടുകൾ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ രംഗങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും നെല്ല്, മറ്റു വിളകൾ എന്നിവ ചെയ്തിരുന്ന കൃഷിഭൂമികളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇന്ത്യൻ കാർഷിക മേഖലയെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഇന്ത്യൻ സംസ്കാരത്തെ പോലെ ഇന്ത്യയിലെ കാർഷിക മേഖലയും ബഹുസ്വരവും ബഹുമുഖവുമാണ്. ഇന്ത്യയുടെ പാരിസ്ഥിതിക വൈവിധ്യം, വിളവൈവിധ്യം, ഭക്ഷണ വൈവിധ്യം എന്നിവ അഭേദ്യമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ചെറുകിട കുടുംബ ഫാമുകളും സവിശേഷമായ സംയോജിത കൃഷിരീതിയാണ് അവലംബിക്കുന്നത്. അതായത് കാർഷിക വിളകളോടൊപ്പം പാലുൽപാദനം, ആടുവളർത്തൽ, കോഴി വളർത്തൽ, മത്സ്യപരിപാലനം എന്നിങ്ങനെയുള്ളവയും ചെയ്തു പോകുന്നു. ഇന്ത്യയുടെ വിള തീവ്രത ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്നതുകൂടിയാണ്. ഉയർന്ന ഉൽപാദനശേഷിയുള്ള വിത്തുകൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, കാർഷിക ഉപകരണങ്ങൾ, മെച്ചപ്പെട്ട ആശയവിനിമയ രീതികൾ തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ ഇന്ത്യൻ കാർഷിക മേഖലയെ ആഗോള നേതാക്കളിൽ ഒന്നാകാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാർഷിക ഉൽപാദനത്തിൽ ഇന്ത്യ ലോകത്ത് 2ാം സ്ഥാനത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല കൂടിയാണ് കൃഷി. രാജ്യത്തെ മൊത്തം തൊഴിൽ ശക്തിയുടെ 54%, അതായത് 451 ദശലക്ഷം പേർ ഈ മേഖലയിൽ തന്നെയാണ് തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നത്. ലോകത്ത് 200ഓളം രാജ്യങ്ങളുണ്ട്. ചൈന, ഇന്ത്യ, USA, ബ്രസീൽ, നൈജീരിയ എന്നീ 5 രാജ്യങ്ങൾ മാത്രമാണ് ആഗോള കാർഷിക ഉത്പാദനത്തിൻ്റെ 40% സംഭാവന ചെയ്യുന്നത്. ഈ ആഗോള കാർഷിക നേതാക്കളിൽ 4 പേരും വികസ്വര സമ്പദ് വ്യവസ്ഥകൾ കൂടിയാണ്. 1960കളിൽ അമേരിക്കയിൽ നിന്നുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണത്തെ ഇന്ത്യ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ കാർഷിക ഉത്പാദനം അമേരിക്കയേക്കാൾ വളരെ കൂടുതലാണ്. വെളിച്ചം, ഭൂമി, അധ്വാനം, വെള്ളം എന്നിവ കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ അവശ്യ വസ്തുക്കൾ ധാരാളമായി നമുക്കുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വികസിക്കുന്നതിനനുസരിച്ച് ഇന്ത്യയുടെ GDPയിലെ കാർഷിക വിഹിതം 1970കളിലെ 40%-ൽ നിന്ന് 2014-ൽ 17%-ആയി കുറഞ്ഞു. എന്നിരുന്നാലും മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാർഷിക ഉത്പാദനം ഇപ്പോഴും വളരെ കൂടുതലാണ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ചരക്ക് കയറ്റുമതിയിൽ ഇന്ത്യ 19ാം സ്ഥാനത്തും കാർഷിക കയറ്റുമതിയിൽ 9ാം സ്ഥാനത്തുമാണ്. കാർഷിക മേഖലയിലെ ഇന്ത്യയുടെ മത്സരശേഷി ഇത് വ്യക്തമായി കാണിക്കുന്നു. 1980കളുടെ പകുതി വരെ ഇന്ത്യ അരി ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമായിരുന്നെങ്കിൽ ഇന്ന് ലോകവ്യാപാരത്തിൻ്റെ 26% വിഹിതമുള്ള ഇന്ത്യ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യമാണ്. USDAയുടെ സമീപകാല പഠനമനുസരിച്ച് കാർഷിക ഉൽപ്പന്നങ്ങളും അതിൻ്റെ കയറ്റുമതിയും അതിവേഗം വളരുന്ന രാജ്യമാണ് ഇന്ത്യ. നയപരമായ മാറ്റങ്ങളും ക്രിയാത്മകമായ വിപണനവും ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ലോകത്തെ കാർഷിക കയറ്റുമതിയിൽ ഇന്ത്യയുടെ പങ്ക് നിലവിലെ അളവിൽ നിന്നും 10 മടങ്ങ് ഉയർത്താവുന്നതാണ്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് സുസ്ഥിര കാർഷിക മേഖലയുടെ മാതൃകയാണ് ഇന്ത്യൻ കാർഷിക സമ്പ്രദായം മുന്നോട്ട് വെക്കുന്നത്. ജനസംഖ്യയിൽ നിയന്ത്രണാതീതമായ വർധനവുണ്ടായിട്ടും ഇന്ത്യ ഇന്ന് മിക്ക ഭക്ഷ്യധാന്യങ്ങളിലും സ്വയം പര്യാപ്തയാണ്. ഇന്ത്യയിലെ ഭക്ഷ്യധാന്യ ഉത്പാദനം 1950-ൽ 51 ദശലക്ഷം ടണ്ണിൽ നിന്ന് 2016-17 273.38 ദശലക്ഷം ടണ്ണായി ഉയർന്നു. ഈ വളർച്ച ലോക കാർഷിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ നേട്ടത്തെ പ്രതിനിധീകരിക്കുന്നു.
പച്ച, മഞ്ഞ, വെള്ള, നീല വിപ്ലവങ്ങൾ കാരണം കാർഷികം, പാൽ, മത്സ്യം, എണ്ണക്കുരു, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിൽ ഇന്ത്യ ഗണ്യമായ വളർച്ച കൈവരിച്ചു. ഈ വിപ്ലവങ്ങളെല്ലാം കർഷകർക്ക് അഭിവൃദ്ധി നൽകി. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, കർഷകരുടെ സ്വീകാര്യത, ഉന്നത കാർഷിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ വഹിച്ച പങ്ക് അവർണ്ണനീയമാണ്. ഇതുകൂടാതെ കാർഷിക മേഖലകളുടെ സാധ്യതകൾ നിലനിർത്തുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനും വിദഗ്ധരായ മനുഷ്യ വിഭവശേഷി വികസിപ്പിക്കേണ്ടത് ആവശ്യവും അനിവാര്യവുമാണ്. കാർഷിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. കാർഷിക സർവകലാശാലകൾ ഏറ്റെടുക്കുന്ന തുടർച്ചയായ പ്രക്രിയയാണ് കാർഷിക മാനവ വിഭവശേഷി വികസനം. കാർഷിക സർവകലാശാലകൾ വിവിധ കാർഷിക മേഖലകളിൽ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. കൃഷി, എഞ്ചിനീയറിംഗ്, ഫോറസ്ട്രി, ഹോർട്ടിക്കൾച്ചർ, മൃഗസംരക്ഷണം, ഡയറി സയൻസ്, ഫുഡ് ടെക്നോളജി, ഫിഷറീസ് സയൻസ്, അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ്, അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ ടെക്നോളജി, അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെൻറ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ ഡിപ്ലോമ, ഡിഗ്രി, മാസ്റ്റേഴ്സ് ആൻഡ് ഡോക്ടറൽ ഡിഗ്രി എന്നിവ കാർഷിക വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപ്തിയെ വിളിച്ചോതുന്നവയാണ്. ഇന്ത്യയിലെ കാർഷിക വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മധ്യകാലഘട്ടത്തിൽ നളന്ദ, തക്ഷശില സർവകലാശാലകളുടെ പാഠ്യപദ്ധതിയിൽ കൃഷി ഒരു പ്രധാന വിഷയമായി ഉൾപ്പെടുത്തിയിട്ടുള്ളതായി കാണാൻ കഴിയും. എന്നിരുന്നാലും കാർഷിക വിദ്യാഭ്യാസത്തിൻ്റെ ഔപചാരിക കോഴ്സുകൾ ആരംഭിച്ചത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ സർക്കാർ വിപുലമായ ആസൂത്രണ പ്രക്രിയ ആരംഭിച്ചു. ക്രമമായ വളർച്ച ഉറപ്പുവരുത്തുന്നതിനായും രാജ്യത്തെ മുഴുവൻ കാർഷിക മേഖലയിലെയും ഗവേഷണവും വിദ്യാഭ്യാസവും ഏകോപിപ്പിക്കുന്നതിനായും പരമോന്നത സ്ഥാപനമായ ICAR സ്ഥാപിച്ചു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ നേതൃത്വത്തിൽ കാർഷിക സർവകലാശാലകൾക്കുള്ള ആദ്യത്തെ മാതൃകാ നിയമവും തയ്യാറാക്കി. 1960-ന്റെ തുടക്കത്തിൽ കാർഷിക ഗവേഷണം വിപുലീകരിക്കുന്നതിനും വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനും സംസ്ഥാന കാർഷിക സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചു. തത്ഫലമായി 1960-ൽ പന്തനഗർ ആദ്യത്തെ കാർഷിക സർവകലാശാല ആരംഭിച്ചു. നിലവിൽ 73 അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസും 5 ഡീംഡ് യൂണിവേഴ്സിറ്റീസും 2 കേന്ദ്ര കാർഷിക സർവകലാശാലകൾ എന്നിവ നമുക്ക് സ്വന്തമാണ്. 1960-ൽ 5000-ൽ കുറവായ വിദ്യാർത്ഥികളുടെ പ്രവേശനശേഷി ഇപ്പോൾ 50,000-നും മുകളിലായി. കോളേജുകളിൽ വാർഷികാടിസ്ഥാനത്തിൽ UG തലത്തിൽ 25,000-ഓളം വിദ്യാർത്ഥികളും മാസ്റ്റേഴ്സ് ലെവലിൽ 15,000-ത്തിലധികം വിദ്യാർത്ഥികളും PhD പ്രോഗ്രാമുകളും നടത്തപ്പെടുന്നു. ഇതിനു പുറമെ പ്രതിവർഷം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ചേർക്കുന്ന നിരവധി സ്വകാര്യ അഫിലിയേറ്റഡ് കോളേജുകളും നമുക്കുണ്ട്. നിലവിലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സമ്പ്രദായത്തിൽ അധ്യാപനത്തിനും ഗവേഷണത്തിനുമായി ഏകദേശം 23,000 ശാസ്ത്രജ്ഞരും നമുക്കുണ്ട്. പ്രവേശനം നേടുന്ന 52% വരുന്ന വിദ്യാർത്ഥികളും ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരും 36% പെൺകുട്ടികളുമാണെന്നുള്ളത് സ്വാഗതാർഹമാണ്. കാർഷിക മേഖലയിലെ വെല്ലുവിളികളെ ശക്തമായി നേരിടാൻ സമീപഭാവിയിൽ വേണ്ടത്ര അളവിൽ കഴിവുള്ള മാനവ വിഭവശേഷി അത്യാവശ്യമാണ്. ഇത് കൈവരിക്കുന്നതിന് ICAR അഗ്രി യൂണിവേഴ്സിറ്റി സമ്പ്രദായത്തിന് മെച്ചപ്പെട്ട സാമ്പത്തിക സഹായത്തോടുള്ള ഒരു പുതിയ ഊന്നൽ അത്യന്താപേക്ഷിതവുമാണ്. നിലവിലെ കാർഷിക മേഖലയും അനുബന്ധ ശാസ്ത്രമേഖലയും മനുഷ്യശക്തിയുടെ ആവശ്യകതയും വിതരണവും തമ്മിൽ 50% അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള അന്തരമുണ്ട്. ഇതിനർത്ഥം കൂടുതൽ വിദ്യാർത്ഥികളെ ഉന്നത കാർഷിക വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കാൻ ആത്മാർത്ഥ ശ്രമങ്ങൾ ആവശ്യമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിന് നേരിട്ടോ അല്ലാതെയോ സംഭാവന ചെയ്യുന്ന കാർഷിക മേഖലയിലേക്ക് യുവ ബിരുദധാരികൾക്കുള്ള തൊഴിൽ സാധ്യതകൾ അനവധിയാണ്. കാർഷിക മേഖലയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ കർഷകർക്ക് ആദരവ് നൽകേണ്ടത് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ കർഷകരുടെ വിയർപ്പ് കാരണം ലോകം സുഖകരമാണെന്ന് നാം മനസ്സിലാക്കണം. കൃഷിക്കാരനില്ലാത്തൊരു ലോകം സങ്കല്പിക്കുക. സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച, ഭക്ഷ്യപ്രതിസന്ധി, അരാജകത്വം എന്നിവ നമുക്ക് കാണാൻ കഴിയും. അടുത്ത തവണ നിങ്ങളൊരു കൃഷിക്കാരനെ കാണുമ്പോൾ അവരെ അഭിവാദനം ചെയ്യുക. അവർ കാരണമാണ് നാം ഈ ലോകത്ത് നിലനിൽക്കുന്നത്. നന്ദി.